നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള 7ാമത്തെ റിവിഷൻ ക്ലാസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 6 റിവിഷൻ ക്ലാസ്സുകളായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാണ്. ഇന്നത്തെ റിവിഷൻ ക്ലാസ് നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സയൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മുൻപ് നടന്ന പരീക്ഷകളിലും ധാരാളം ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് രസതന്ത്രം എന്ന് പറയുന്ന ഭാഗം. അത്തരത്തിൽ PSC പരീക്ഷയുടെ പ്രിലിമിനറി എക്സാം സിലബസിൽ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആറ്റം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ആൽക്കമി എന്ന് പറയുന്ന ഒരു പദമാണ്. അതായത് രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം എന്തെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആൽക്കമി എന്നതാണ്, രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം. ഇനി രസതന്ത്രത്തിൻ്റെ പിതാവാരെന്നും ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാരെന്നും എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. ഇനി ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ലാവോസിയർ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓർത്തിരിക്കുക, രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവെന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ലാവോസിയർ ആണ്. ഇനി ഐക്യരാഷ്ട്രസഭ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2011 1911 റേഡിയവും പൊളോണിയം കണ്ടെത്തിയ മേരി ക്യൂറിക്ക് നോബൽ സമ്മാനം കിട്ടി. അതിൻ്റെ സ്മരണയ്ക്കാണ് 2011 യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത്. പരിചയപ്പെട്ട 4 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രസതന്ത്രത്തിൻ്റെ ആദ്യകാല നാമം ആൽക്കമി എന്നതാണ്. എപ്പോഴും ചോദിക്കുന്ന 2 പോയിന്റുകളാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയർ ആണ്. ഇനി യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് 2011 അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 1911 റേഡിയവും പൊളോണിയം കണ്ടെത്തിയ മേരി ക്യൂറിക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷമാണ് 1911. അതിൻ്റെ സ്മരണയ്ക്കാണ് 100 വർഷങ്ങൾക്ക് ഇപ്പുറം 2011 എന്തായിട്ട് ആചരിച്ചത്, രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ആറ്റം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ ആദ്യം തന്നെ രസതന്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആദ്യം തന്നെ എടുത്തു പറയുന്ന ഒന്നാണ് ആറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന്. അവിടെ നമുക്ക് എന്തെല്ലാം റിവിഷൻ ചെയ്യണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയെ നാം എന്തെന്ന് പറയുന്നു, ആറ്റം എന്ന് പറയുന്നു. ആറ്റം എന്ന് പറയുന്ന ഗ്രീക്ക് പദം ആറ്റമോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ആറ്റമോസ് എന്ന് പറയുന്നത് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ പഠിച്ചു ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഈ ആറ്റം എന്ന് പറയുന്ന ആ ഒരു പദം വരുന്നത് ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ്. ആറ്റമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ആറ്റം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു, ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയായിരുന്നു എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടനാണ് ആറ്റം കണ്ടെത്തിയത്, ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ചതും. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഓർത്തിരിക്കണം, എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്, ഈ പറയുന്ന ജോൺ ഡാൾട്ടൻ്റെതാണ്. ജോൺ ഡാൾട്ടൺ വർണ്ണാന്തത എന്ന് പറയുന്ന രോഗത്തിന് അടിമയായിരുന്നു. അതായത് വർണ്ണാന്തത എന്ന രോഗത്തിന് അടിമയായിരുന്ന ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് വർണ്ണാന്തത എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിനെ ഡാൾട്ടനിസം എന്നും കൂടെ വിളിക്കാൻ കാരണം. അപ്പോൾ ജോൺ ഡാൾട്ടൺ എന്ത് രോഗത്തിന് അടിമയായിരുന്നു, വർണ്ണാന്തത എന്ന് പറയുന്ന രോഗത്തിന് അടിമയായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ജോൺ ഡാൾട്ടൺ. അതുകൊണ്ടാണ് വർണ്ണാന്തത എന്ന് പറയുന്ന ആ രോഗത്തിനെ ഡാൾട്ടനിസം എന്ന് വിളിക്കുന്നത്. ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടെത്തിയ വ്യക്തി, ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി ആരുടെ ഗ്രന്ഥമാണ്, ജോൺ ഡാൾട്ടൻ്റെ ഗ്രന്ഥമാണ്. ഇനി ആറ്റം എന്ന് പറയുന്ന ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ടാണ്. ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരെന്നൊരു ചോദ്യം ചോദിക്കാറുള്ളതാണ്. ഓസ്റ്റ്വാൾട്ട് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്.
ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്? ഡെമോക്രിറ്റസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. പരിചയപ്പെട്ട കാര്യങ്ങൾ: രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ബോയിൽ ആണെന്ന് ഓർത്തിരിക്കണം. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയർ ആണെന്ന് ഓർത്തിരിക്കണം. ആറ്റം സിദ്ധാന്തം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഒപ്പം ആറ്റം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഓസ്റ്റുവാൾട്ട്, ആധുനിക ആറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രിറ്റസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ആറ്റം മോഡലുകളുണ്ട്. അതിലൊന്ന് പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലാൻ മോഡൽ. ഇതൊക്കെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഒന്നെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ വാട്ടർമെലാൻ മോഡൽ. ഇത് കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തിലെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ച ആരാണ്? ജെ തോംസൺ ആണ്. ഇനി സൗരയൂഥ മാതൃക കൊണ്ടുവരുന്നത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് കൊണ്ടുവന്ന സൗരയൂഥ മാതൃകയിലെ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ബോർ മോഡൽ കൊണ്ടുവരുന്നത് നീൽസ് ബോർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന നീൽസ് ബോറിൻ്റെ ബോർ മോഡലാണ്. അതായത് ന്യൂക്ലിയസ്, അതിന് ചുറ്റുമായിട്ട് ഷെല്ലുകൾ, ആ ഷെല്ലിലൂടെ ഇലക്ട്രോണും ന്യൂക്ലിയസിലെ പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്ന ആ ഒരു ബോർ മോഡൽ അത് കൊണ്ടുവരുന്ന ആരാണ്? ഈ പറയുന്ന നീൽസ് ബോർ ആണെന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ റൂദർഫോർഡ് കൊണ്ടുവന്ന സൗരയൂഥ മാതൃകയിലെ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ആര് കൊണ്ടുവരുന്നത്? ബോർ മോഡൽ ആര് കൊണ്ടുവരുന്നത്? നീൽസ് ബോർ കൊണ്ടുവരുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പോൾ 3 കാര്യങ്ങൾ പരിചയപ്പെട്ടു. പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, വാട്ടർമെലാൻ മോഡൽ ആരാണ്? ജെ തോംസൺ ആണ്. സൗരയൂഥ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ്. അതേപോലെ തന്നെ ബോർ മോഡൽ കൊണ്ടുവരുന്നത് നീൽസ് ബോർ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഒരു ഇന്ത്യക്കാരനാണ് കണാദമുനി. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം, ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കണാദമുനിയാണ്. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമെന്ന് പ്രസ്താവിച്ച ഭാരതീയനാരാണ്? കണാദമുനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ കണാദമുനിയാണ്. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചത് കണാദമുനിയാണ്. പദാർത്ഥങ്ങൾക്ക് ചെറുകണങ്ങളാൽ നിർമ്മിതമെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരെന്ന് വെച്ചാലും കണാദമുനിയാണ് ഉത്തരം. ഇനി ഒരു ആറ്റത്തിന് സാധാരണ രീതിയിൽ ചാർജ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഇല്ല. എന്നാൽ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. നമുക്കറിയാം, നമുക്ക് ഒരു ദ്രവ്യത്തിൻ്റെ 4 അവസ്ഥകൾ, ആദ്യത്തെ 4 അവസ്ഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ അവസ്ഥ ഖരാവസ്ഥ, രണ്ടാമത്തെ അവസ്ഥ ദ്രാവകം, മൂന്നാമത്തെ അവസ്ഥയാണ് വാതകം. അത് കഴിഞ്ഞ് വരുന്ന 4ാമത്തെ അവസ്ഥയാണ് എന്ത്? പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ അവസ്ഥയിൽ ആറ്റത്തിന് എന്തുണ്ട്? ചാർജ് ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. സാധാരണ രീതിയിൽ ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല. ആറ്റം എന്താണ്? ഒരു ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാം. ഇനി ആറ്റത്തിലെ പ്രധാനപ്പെട്ട 3 മൗലിക കണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ. ഇതിൽ ഈ പറയുന്ന പ്രോട്ടോണെ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ് പ്രോട്ടോണെ കണ്ടെത്തിയത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത് കണ്ടെത്തിയത്? പ്രോട്ടോണെ കണ്ടെത്തിയത്. എന്നാൽ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു പദാർത്ഥങ്ങളിൽ ഒരു പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന സാന്നിധ്യം കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് അല്ല. 1886 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഗോൾഡ്സ്റ്റെയിൻ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രോട്ടോൺ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. എന്നാൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ 1886 കാലഘട്ടത്തിൽ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിച്ചായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോൾഡ്സ്റ്റെയിൻ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് ഏണസ്റ്റ് റൂദർഫോർഡ്, പ്രോട്ടോൺ കണ്ടുപിടിച്ചായിരുന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം അതാണ്. എന്നാൽ ഒരു പദാർത്ഥത്തിൽ എന്താണ്? പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിച്ചാരാണ്? ഈ പറയുന്ന ഗോൾഡ്സ്റ്റെയിൻ ആണെന്ന കാര്യം ഓർക്കുക. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജെ തോംസൺ ആണ്. അദ്ദേഹം തന്നെയാണ് 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട് പദാർത്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് ആര് തന്നെയാണ്? ജെ തോംസൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് ആറ്റം എന്ന് പറയുന്ന ഭാഗം എടുത്തു പറയുന്നതുകൊണ്ട് ഒരു ചോദ്യം ഇടുന്ന ചോദ്യകർത്താവിന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചോദ്യവും ഇത് തന്നെയായിരിക്കും. പ്രോട്ടോൺ അതുപോലെ തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. നമുക്കറിയാം, ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റുമായിട്ട് ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഈ പറയുന്ന ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും
അതുപോലെ തന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. എന്നാൽ ഒരു പദാർത്ഥത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ച ആരാണ്? ഗോൾഡ് സ്റ്റെയിൻ ആണ് ആദ്യമായിട്ട് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, ഈ ഷെല്ലിലൂടെ സഞ്ചരിക്കുന്നതാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ കാണുന്നത്, അത് കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇവിടെ നമ്മളൊരു കോഡൊക്കെ ഉപയോഗിക്കാറുണ്ട്, പെൻ RTC എന്ന് പറയുന്ന ഒരു കോഡൊക്കെ ഉപയോഗിച്ച് ഇത് നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഇവിടെ പ്രോട്ടോൺ വരുന്നു, അത് കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ വരുന്നു, അത് കണ്ടുപിടിച്ച തോംസൺ ആണ്, ജെ തോംസൺ ആണ്. അതുപോലെ തന്നെ ന്യൂട്രോൺ വരുന്നു, അത് കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പേരുകൾ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക, പെൻ RTC എന്നതാണ് നമ്മുടെ കോഡ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചിട്ടാണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാ? നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ്, അതിന് ചുറ്റുമായിട്ട് ഷെല്ലുകൾ. ആ ന്യൂക്ലിയസിലാണ് എന്ത് സ്ഥിതി ചെയ്യപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും അതുപോലെ തന്നെ ഷെല്ലുകളിലൂടെ ഇലക്ട്രോണും സഞ്ചരിക്കുന്നു. അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ന്യൂക്ലിയസിലാണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് എന്ന കാര്യം ഓർക്കുക. ന്യൂക്ലിയസിലെ ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പോസിറ്റീവ് ചാർജാണ്. ഒരാറ്റത്തിൽ ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രോണുമുണ്ട്. മൗലിക കണങ്ങൾ എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ്. ഇതിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവും, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവും, ന്യൂട്രോണിന് ചാർജ് ഇല്ലാതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ ചാർജ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കുന്നുള്ളൂ. അവിടെ ഈ പറയുന്ന പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജാണ്. എന്നാൽ സാധാരണ കേസിൽ ആറ്റത്തിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആറ്റത്തിന് ചാർജ് ഇല്ല എന്നാണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കാരണം തുല്യമായിട്ടുള്ള പോസിറ്റീവ് ചാർജും തുല്യമായിട്ടുള്ള നെഗറ്റീവ് ചാർജുമാണുള്ളത്. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിയുമ്പോൾ അത് ന്യൂട്രലായിട്ട് പോകും, അല്ലെങ്കിൽ സീറോ ആയിട്ട് പോകും. അതുകൊണ്ടാണ് ആറ്റത്തിന് സാധാരണ രീതിയിൽ എന്തില്ല? ചാർജ് ഇല്ല എന്ന് പറയാൻ കാരണം. പക്ഷേ പ്ലാസ്മ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന് എന്ത് ലഭിക്കുന്നു? ചാർജ് ലഭിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ആറ്റത്തിന് മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന പ്രോട്ടോണിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ന്യൂട്രോണുകളുടെ എണ്ണം എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളിനി പറയും. ഇപ്പോൾ ഒരു ആറ്റത്തിലെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ എന്താണ്? ഈ പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണപ്പെടുന്നത്? ഈ പറയുന്ന ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരെ? ഏണസ്റ്റ് റൂദർഫോർഡ്. റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്, പഠിച്ചിരിക്കണം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന മൗലിക കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ന്യൂക്ലിയസിൻ്റെ ചാർജ് വെച്ചാൽ പോസിറ്റീവ് ചാർജ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓർത്തിരിക്കണം, ഇലക്ട്രോൺ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണെന്ന് വെച്ചാൽ ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഒരു ചോദ്യം, ജെ തോംസൺ. ഇലക്ട്രോൺ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ജോർജ് ജോൺ സ്റ്റോൺസ്റ്റോയ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രോണിൻ്റെ ഭാരം ചോദിക്കാം. 9.109 ഇൻറ്റു 10⁻⁻31 എന്നതാണ് ഇലക്ട്രോണിൻ്റെ ഭാരം എന്ന കാര്യം ഓർത്തിരിക്കുക. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം എന്നാണ് പരീക്ഷയ്ക്ക് വരിക. എങ്കിലും ഇത് മൊത്തം ഓർത്ത് വെക്കുക. 9.109 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാമാണ് എന്തിൻ്റെ ഭാരം? ഇലക്ട്രോണിൻ്റെ ഭാരം എന്ന കാര്യം ഓർക്കുക. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഭാരം കൂടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന ന്യൂട്രോൺ ആണ്. രണ്ടാമത് വരുന്നത് പ്രോട്ടോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.602 ഇൻറ്റു 10⁻⁻90 കുളോം ആണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കുളോം എന്നാണ്. അപ്പോൾ -1.602 ഇൻറ്റു 10⁻⁻90 കുളോം ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഈ രണ്ട് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് PSC റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ഭാരം ചോദിക്കും, അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 9.109 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്.
അതുപോലെ ഒരു ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഭാരം കൂടിയത് നമ്മളിനി പഠിക്കാൻ പോകുന്ന ന്യൂട്രോൺ ആണ്. രണ്ടാമതാണ് ഏത് വരുന്നത്? പ്രോട്ടോൺ വരുന്നത്. ഇനി ചാർജ് ഓർക്കുക, -1.602 × 10⁻⁻19 കൂളമാണ് എന്തിൻ്റെ ചാർജ്? ഇലക്ട്രോണിൻ്റെ ചാർജ്. സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ത്? ഓപ്ഷനായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജാണ്. ഇവിടെ കൃത്യമായിട്ട് ആ ചാർജ് വാല്യൂ ചോദിക്കുകയാണെങ്കിൽ -1.602 × 10⁻⁻19 കുളോമാണ്. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കുളോമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തി ചോദിച്ചാൽ മില്ലിക്കൻ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോർജ് ടോൾസ്റ്റോയ് ആണെന്ന് കാര്യം ഓർത്തിരിക്കണം. എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ച ആരാണ്? മില്ലിക്കൻ ആണ്. അദ്ദേഹം ഈ ഒരു ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ആ പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നതും ഇലക്ട്രോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു ആറ്റം അത് അയോൺ ആകുക, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് മേടിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് മേടിക്കുക, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുക, ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത്, അതുപോലെ തന്നെ പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നതൊക്കെ ആരാണ്? ഒരാറ്റത്തിലെ ഇലക്ട്രോൺ ആണെന്ന കാര്യം ഓർക്കുക. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഇലക്ട്രോൺ ആണ്. നമ്മളോട് പരിചയപ്പെട്ടു ന്യൂക്ലിയസിൻ്റെ ചുറ്റുമായിട്ട് ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകളിലൂടെയാണ് എന്ത് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. ഇവിടെയുള്ള ഈ പ്രോട്ടോണും ന്യൂട്രോണും എന്തിൻ്റെ ഉള്ളിലിരിക്കുകയാണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. പക്ഷേ ഇലക്ട്രോൺ ഇതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുകയാണ്? സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരാറ്റത്തിലെ ചലിക്കുന്ന കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ദ്വന്ദ്വ സ്വഭാവം മുന്നോട്ട് വെച്ചത് ലൂയിസ് ഡി ബോർഗ്ലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇലക്ട്രോണിൻ്റെ ദ്വന്ദ്വ സ്വഭാവം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചാൽ ലൂയിസ് ഡി ബോർഗ്ലി ആണെന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പേരുകൾ ഒരിക്കൽ കൂടി. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ജോർജ് ടോൾസ്റ്റോയ് എന്താണ്? ഇലക്ട്രോൺ എന്ന വാക്ക് ഉപയോഗിച്ചു. മില്ലിക്കൺ ചാർജ് കണ്ടുപിടിച്ചു. ഇലക്ട്രോണിൻ്റെ ദ്വന്ദ്വ സ്വഭാവം മുന്നോട്ട് വെച്ചത് ലൂയിസ് ഡി ബോർഗ്ലി ആണ്. അതുപോലെ തന്നെ കാഥോഡ് പരീക്ഷണങ്ങളിലൂടെ ഇലക്ട്രോണിൻ്റെ മാസ് ഇലക്ട്രിക്കൽ ചാർജ് തമ്മിലുള്ള അനുപാതം കണ്ടുപിടിച്ചത് ആര് തന്നെയാണ്? ജെ തോംസൺ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കാഥോഡ് റേ പരീക്ഷണങ്ങളിലൂടെ ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് തന്നെയാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? കണ്ടുപിടിച്ചത് നമുക്കറിയാം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോണിൻ്റെ മാസ് ഓർത്തിരിക്കണം 1.6726 × 10⁻⁻27 കിലോഗ്രാമാണ് എന്തിൻ്റെ മാസ്? പ്രോട്ടോണിൻ്റെ മാസ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇലക്ട്രോൺ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു 9.109 × 10⁻⁻31 എന്ന് പറയുന്നത് എന്തിൻ്റെ മാസാണ്? ഇലക്ട്രോണിൻ്റെ മാസാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മളിപ്പോൾ പഠിക്കുന്നത് പ്രോട്ടോൺ ആണ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6726 × 10⁻⁻27 ആണ്. പരീക്ഷയ്ക്ക് 1.67 എന്നായിരിക്കും വരിക, എങ്കിലും മൊത്തം പഠിച്ചു വെക്കുക. 1.6726 × 10⁻⁻27 കിലോഗ്രാമാണ് എന്ത്? നമ്മുടെ പ്രോട്ടോണിൻ്റെ മാസ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 × 10⁻31 എന്നതാണ്. ഇനി ഈ പറയുന്ന പ്രോട്ടോണിൻ്റെ ചാർജ് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പോസിറ്റീവ് ചാർജ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1.602 × 10⁻⁻19 കുളോമാണെന്ന് കാര്യം ഓർക്കുക. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഇലക്ട്രോണിൻ്റെ ചാർജും ഇത് തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ പോസിറ്റീവ് മാറിയിട്ട് നെഗറ്റീവായി. അതുകൊണ്ടാണ് ആറ്റം ന്യൂട്രൽ ആണെന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ എത്ര പ്രോട്ടോൺ ആണുള്ളത് അത്രയും തന്നെ ഇലക്ട്രോണുകളായിരിക്കും സാധാരണ രീതിയിൽ ആറ്റത്തിലുണ്ടാവുക. അപ്പോൾ ഇവിടെ പ്രോട്ടോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് 1.602 × 10⁻⁻19 ആണ് പ്രോട്ടോണിൻ്റെ ചാർജ്. സെയിം ചാർജ് തന്നെയാണ് എന്തിനുമുള്ളത്? ഇലക്ട്രോണിനുമുള്ളത്. വ്യത്യാസം എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അതിപ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്നിട്ട് അത് ന്യൂട്രലായിട്ട് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആറ്റത്തിന് എന്തില്ല? ചാർജ് ഇല്ല എന്ന് പറയുന്നത്. ഇനി ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് ആറ്റത്തിലെ പ്രോട്ടോണുകൾ എണ്ണമാണെന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിപ്പോൾ പീരിയോഡിക് ടേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആറ്റോമിക് നമ്പർ? പ്രോട്ടോണുകളുടെ എണ്ണമാണെന്ന കാര്യം ഓർക്കുക. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്.
അപ്പോൾ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ആ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അതാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ ഏതെങ്കിലും ഒരു ആറ്റോമിക് നമ്പർ പറഞ്ഞിട്ട് ആ മൂലകമേത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ആറ്റോമിക് നമ്പർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒരാറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ആറ്റത്തിലെ പ്രോട്ടോണുകളാണെന്ന് പറയുന്നത്. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന ഇത് തന്നെയാണ് പ്രോട്ടോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ഇലക്ട്രോണുകളുടെയും എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന കാര്യം ഓർക്കുക. സാധാരണ രീതിയിൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അത്രയും തന്നെയായിരിക്കും എന്തുണ്ടായിരിക്കുക? ഇലക്ട്രോണുകളുടെ എണ്ണവും ഉണ്ടായിരിക്കുക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്ന മൂന്നാമത്തെ കണമായിട്ടുള്ള ന്യൂട്രോണിനെ കുറിച്ചിട്ടാണ്. ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഒരിക്കൽ കൂടി പറയാം, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ്. ആറ്റത്തിലെ ചാർജില്ലാ കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ ഭാരം 1.6749 × 10⁻⁻27 കിലോഗ്രാമാണ്. 1.6749 × 10⁻⁻27 കിലോഗ്രാമാണ്. അതായത് ഇവിടെ പ്രോട്ടോണിനേക്കാളും ജസ്റ്റ് കുറച്ച് കൂടുതലുള്ളൂ. പ്രോട്ടോണിനെ നമ്മൾ പരിചയപ്പെട്ടത് എത്രയാണ്? 1.6726 എന്നാണ് പരിചയപ്പെട്ടത്. 6726 × 10⁻⁻27 കിലോഗ്രാം എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 26ഉം ഇവിടെ 49, ആ ഒരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. മറ്റേ നമ്മൾ പരിചയപ്പെട്ട എത്രയാണ്? നമ്മുടെ ഇലക്ട്രോണിൻ്റെ കേസ് നമ്മൾ പരിചയപ്പെട്ടത് 9.109 × 10⁻31 എന്നാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ആ 3 മാസ് ഓർത്തിരിക്കണം. 9.109 × 10⁻31 കിലോഗ്രാം ഇലക്ട്രോണിൻ്റെ ആണ്. 1.6726 × 10⁻⁻27 കിലോഗ്രാം എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസാണ്. ഇനി ഇവിടെ പറയുന്നത് നമ്മുടെ ന്യൂട്രോണിൻ്റെ മാസം 1.6749 × 10⁻⁻27 എന്ന് പറയുന്നത് ന്യൂട്രോണിൻ്റെ മാസമാണെന്ന കാര്യം ഓർക്കുക. ഒരാറ്റത്തിൽ ഭാരം കൂടിയ കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോണും, ഭാരം കുറഞ്ഞ കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണും, രണ്ടാമത് വരുന്നത് പ്രോട്ടോണുമാണ്. ഇനി ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? ഹൈഡ്രജനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ന്യൂക്ലിയസിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല, പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസ് നമ്പർ കുറയ്ക്കണം, ആറ്റോമിക് നമ്പറാണ്. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ന്യൂട്രോണുകളുടെ എണ്ണം എന്നതാണ് എന്തെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണെന്നും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഈ പിയും ബിയും പോകും. ബാക്കി വരുന്നത് എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ കുറയ്ക്കണം, ആറ്റോമിക് നമ്പർ എന്ന് പറയുന്ന രീതിയിലാണ്. ഇപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു മൂലകം നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു മൂലകമാണ്. അതിൻ്റെ ഈ പറയുന്ന മുകളിലായിട്ടാണ് മാസ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ താഴെയായിട്ടാണ് എന്തുകൊണ്ടായിരിക്കുക? ആറ്റോമിക് നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ന്യൂട്രോണുകളുടെ എണ്ണമാണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രോട്ടോണുകളാണോ ഉള്ളത് അതിൻ്റെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ തരികയാണ്, പരീക്ഷാ പേപ്പറിൽ ഒരു ചോദ്യമായിട്ട് തരികയാണ്. 35, 6, 17 എന്ന് പറയുന്ന ഒരു ചോദ്യം തന്നിട്ട് ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 35ഉം 17ഉം തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന 18 ആയിരിക്കും ന്യൂട്രോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 17ആണ് വരിക. നമ്മളിവിടെ പറയുന്നത് ആറ്റോമിക് മാസാണ് ഈ 35 എന്ന് പറയുന്നത് ഈ പറയുന്ന 17ഉം 18ഉം കൂട്ടിയത്. പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയാൽ കിട്ടുന്നതാണ് 35. അപ്പോൾ പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെ ഒരു ഇത് തന്നിട്ട് 35 അതുപോലെ തന്നെ 17 തന്നിട്ട് ഇതിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതും കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ന്യൂട്രോണുകളുടെ എണ്ണം. അതാണ് ഇവിടെ പറഞ്ഞത്, മാസ് നമ്പർ കുറയ്ക്കണം, ആറ്റോമിക നമ്പർ. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയേണ്ടത് മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിലെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സൂക്ഷ്മ കണങ്ങളാണ് മീസോണുകൾ, ന്യൂട്രീനോ, ആൻറ്റി ന്യൂട്രീനോ, പോസിട്രോൺ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ മൗലിക കണങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണുമാണ്. ഇതിനു പുറമെ ആറ്റത്തിലെ കണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് മീസോണുകൾ, ന്യൂട്രോണോ,
അതുപോലെ തന്നെ ആൻറ്റി ന്യൂട്രീനോ, അതുപോലെ തന്നെ പോസിട്രോൺ എന്നീ പേരുകൾ ഓർത്തിരിക്കണം. ഇനി അടുത്തതായിട്ട് പോസിട്രോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ അതേ മാസാണ്. ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം 9.109 ഇൻറ്റു 10⁻31 ആണ്. 10⁻31 ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോസിട്രോൺ എന്ന് പറയുന്നത്? പോസിട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും എന്നാൽ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് ഉള്ളതുമായിട്ടുള്ള കണമാണ് എന്ന് പറയുന്നത് പോസിട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാം 9.109 ഇൻറ്റു 10⁻31 കിലോഗ്രാമാണ്. പിന്നെ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വിപരീത ചാർജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു കണമാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ സെയിം മാസാണ്, പക്ഷേ ഇലക്ട്രോണിൻ്റെ വിപരീത ചാർജാണ്. ഇത് കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ്. പോസിട്രോൺ കണ്ടുപിടിച്ച ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്നാണ് ആൻറ്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെ സെയിം മാസാണ് എന്നാൽ വിപരീത ചാർജാണ്. പ്രോട്ടോണിൻ്റെ സെയിം മാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ 1.6726 ഇൻറ്റു 10⁻27 കിലോഗ്രാമാണ് പ്രോട്ടോണിൻ്റെ മാസ്. അപ്പോൾ ഈ പറയുന്ന ആൻറ്റി പ്രോട്ടോണിൻ്റെ മാസും സെയിം തന്നെയാണ്, പക്ഷേ പ്രോട്ടോണിൻ്റെ ചാർജ് നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ്, എന്നാൽ ആൻറ്റി പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ വിപരീത ചാർജാണ്. അപ്പോൾ അവിടെ വരുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇവിടെ പോസിട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ സെയിം മാസ് പക്ഷേ വിപരീത ചാർജ്, അതായത് പോസിറ്റീവ് ചാർജാണ്. ആൻറ്റി പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ തുല്യം മാസാണ്, പക്ഷേ എന്താണ് നെഗറ്റീവ് ചാർജാണ് വരുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത്. കണ്ടെത്തിയത് ചേബർലെയിനും അതുപോലെ തന്നെ സെഗ്രെയിൻ എന്നീ പറയുന്ന രണ്ട് പേരാണ് ഇത് കണ്ടുപിടിച്ചത്. സെഗ്രെയിനും അതുപോലെ തന്നെ ചേബർലെയിൻ എന്നിവരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊന്നാണ് ആൻറ്റി ന്യൂട്രോൺ. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിനാണ് എന്തെന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഈ ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ബ്രൂസ് കോർക്കാണ്. ന്യൂട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് എന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രോൺ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരുമിച്ച് ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുമിച്ച് നിങ്ങൾ പഠിച്ചെടുക്കുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ്. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ചേബർലെയിനും സെഗ്രെയിനുമാണ്. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പരിചയപ്പെടുത്താണ് ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളാണോ ഉള്ളത് അതാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് മാസ് നമ്മൾ പരിചയപ്പെട്ടു. എന്താണ്? പ്രോട്ടോൺ കൂട്ടണം ന്യൂട്രോൺ ആണ് എന്ന് പറയുന്നത് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണത്തിൻ്റെയും ആകെ തുക നമ്മൾ എന്തെന്ന് പറയുന്നു ആറ്റോമിക് മാസ് എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഐസോബാർസ്, ഐസോടോപ്പുകൾ, ഐസോടോണുകൾ എന്ന 3 പദങ്ങളാണ്. ഇതിൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പർ വ്യത്യസ്ത ആറ്റോമിക് നമ്പറുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസോബാർ എന്ന് പറയുന്നത്. ഇവിടെ വ്യത്യസ്ത ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്ത മൂലകങ്ങളായിരിക്കുമെന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരണം. അതായത് എ എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്, സി എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന എയിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഇവിടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 വിചാരിക്കുക. ഇതിൻ്റെ ഞാനൊരു 23ഉം ഇതിൻ്റെ ഒരു 25ഉം എടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇവിടെ 31 ആണെങ്കിൽ ബാക്കി എല്ലാത്തിൻ്റെയും എന്തായിരിക്കും? 31 ആയിരിക്കും. ഇത്തരത്തിൽ സെയിം മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത ആറ്റോമിക് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മൂലകമായിരിക്കും ഐസോബാർസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുമ്പോൾ സെയിം മാസ് നമ്പർ, വ്യത്യസ്ത ആറ്റോമിക് നമ്പർ, വ്യത്യസ്ത മൂലകങ്ങൾ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസോബാർസ് എന്ന് പറയുന്നത്. ഇനി ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചോ അതിൻ്റെ നേർവിപരീതം. അതായത് ഒരേ ആറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ, അതേപോലെ തന്നെ സെയിം മൂലകമാണെന്ന കാര്യം ഓർക്കുക. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരേ ആറ്റോമിക് നമ്പർ എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആറ്റോമിക് നമ്പറിൽ മാറ്റം വരുമ്പോഴേ മൂലകത്തിൽ മാറ്റം വരികയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഒരേ ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ സെയിം മൂലകം തന്നെ ആയിരിക്കും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു മൂലകം ഉണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ആയിരിക്കും എന്ത് ബാക്കി വരുന്ന ഐസോടോപ്പുകളും. അപ്പോൾ സെയിം മൂലകത്തിൻ്റെ ഐസോടോപ്പുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് എക്സിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ 31 എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം എന്തതിനായിരിക്കും 31 ആയിരിക്കും.
അതുപോലെ തന്നെ അതിൻ്റെ ആറ്റോമിക് മാസിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ ഇപ്പോൾ 21 ആണെങ്കിൽ ഇവിടെ ചിലപ്പം ഇത് 22 വരും, ഇത് ചിലപ്പം 23 വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം സെയിം ആറ്റോമിക് നമ്പറാണ്, വ്യത്യസ്ത മാസ് നമ്പറാണ്, സെയിം മൂലകമാണെന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ എന്താണ് പരിചയപ്പെട്ടത്? വ്യത്യസ്തമായിട്ടുള്ള ആറ്റോമിക് നമ്പറാണ്, അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ആറ്റോമിക് മാസ് ആണ്, അതുപോലെ തന്നെ വ്യത്യസ്ത മൂലകങ്ങളാണ്. വിപരീതമാണ് ഇവിടെ പഠിക്കുന്നത്. എന്താണ്? സെയിം ആയിട്ടുള്ള ആറ്റോമിക് നമ്പറാണ്, സെയിം ആയിട്ടുള്ള മൂലകങ്ങളാണ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റോമിക് മാസ് ആണ്. അതിനാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന ഗണത്തിൽപ്പെടുത്തുന്നത്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായിട്ടുള്ള ആറ്റങ്ങളെല്ലാം എന്തിൽപ്പെടുത്തുന്നു? ഐസോട്ടോണുകൾ എന്ന ഗണത്തിൽപ്പെടുത്തുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഐസോടോപ്പുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആരാണ് ഐസോടോപ്പുകൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഫെഡറിക് സോഡിയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുടെ മൂലകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിന്നാണ്, 10 എണ്ണം ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഹൈഡ്രജന് 3 ഐസോടോപ്പുകളാണുള്ളത്. അത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഇതിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. ഇനി ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടീരിയവും, ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രീഷ്യവുമാണെന്ന കാര്യം ഓർക്കുക. ഇനി കാർബണിൻ്റെ ഐസോടോപ്പ് അറിഞ്ഞിരിക്കണം. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ ഐസോടോപ്പാണ്. ഇതിൽ പ്രകൃതിയിൽ കാർബണിൻ്റെ 99% കാർബൺ 12 ഐസോടോപ്പുകളാണ്. മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ പറയുന്ന കാർബൺ 12 ആണെന്ന കാര്യം ഓർക്കുക. മൂലകങ്ങളുടെ ആറ്റോമിക മാസ് അളക്കുന്നതിനുള്ള പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഏത് മൂലകത്തിൻ്റെ ഐസോടോപ്പാണ്, അല്ലെങ്കിൽ ഏത് ഐസോടോപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ 12 ആണ്. ഇനി കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാർബൺ ഡേറ്റിംഗ് എന്നാണ് ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്നത്. ഈ കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്യാർഡ് ലിബിയാണ്. കാർബണിൻ്റെ അർത്തായുസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കാർബൺ 14ൻ്റെ അർത്തായുസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5770 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കാർബൺ 14ൻ്റെ അർത്തായുസ് 5770 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കാർബൺ 12 ബന്ധപ്പെട്ടതും കാർബൺ 13, കാർബൺ 14 ഇത് കാർബണിൻ്റെ 3 ഐസോടോപ്പുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഐസോടോപ്പുകൾ, അവയുടെ ഉപയോഗങ്ങൾ. അത് പലപ്പോഴും PSC ചോദിക്കാറുണ്ട്. കൊബാൾട്ട് 60 എന്ന് പറയുന്ന ഐസോടോപ്പ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. കൊബാൾട്ട് 60 ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഇവിടെ കൊബാൾട്ട് 60 എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഗോൾഡ് 198 എന്ന് പറയുന്ന ഐസോടോപ്പ് ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഗോൾഡ് 198 എന്തിനു ഉപയോഗിക്കുന്നു? ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അയഡിൻ 131 ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. അയൺ 59 എന്ന് പറയുന്നത് അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. മർക്കുറി 197 കിഡ്നി സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. ടെക്നീഷ്യം 99 എന്ന് പറയുന്നത് ഗാമാറേ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഫോസ്ഫറസ് 32 സ്കിൻ ബോൺ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇവിടെ പരിചയപ്പെട്ടത് കൊബാൾട്ട് 60 നമ്മൾ പരിചയപ്പെട്ടു ക്യാൻസർ ചികിത്സയ്ക്ക്. ഗോൾഡ് 198 എന്ന ഐസോടോപ്പ് ലുക്കീമിയ ചികിത്സയ്ക്ക്. അതുപോലെ അയഡിൻ 131 ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക്. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റ്. അയൺ 59 അനീമിയ ചികിത്സ. മർക്കുറി 197 കിഡ്നി സ്കാനിങ്. ടെക്നീഷ്യം 99 ഗാമാറേ സ്കാനിങ്. ഫോസ്ഫറസ് 32 സ്കിൻ ബോൺ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മാജിക് നമ്പർ എന്ന് പറയുന്ന ഒരു ടേം കൂടെ ഓർത്തിരിക്കണം. 2, 8, 20, 50, 82, 126. ഈ അക്കൗണ്ടിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ന്യൂക്ലിയസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മൂലകത്തിന് സ്ഥിരത കൂടുതലായിരിക്കുമെന്ന കാര്യം ഓർക്കുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 2, 8, 20, 50, 82, 126 ഈ നമ്പറുകളിൽ ന്യൂട്രോണോ പ്രോട്ടോണോ ന്യൂക്ലിയസിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂലകത്തിന് സ്ഥിരത കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മാജിക് നമ്പർ എന്നാണ് വിളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ അക്കങ്ങളിലെ, അതായത് 2, 8, 20, 50, 82, 126, 2, 8, 20, 50, 82, 126 ഈ അക്കങ്ങളിൽ ന്യൂട്രോണോ പ്രോട്ടോണോ എവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് വന്നിട്ടുണ്ടെങ്കിൽ, ന്യൂക്ലിയസിലാണല്ലോ ന്യൂട്രോണും പ്രോട്ടോണും സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂലകത്തിന് എന്ത് കൂടുതലായിരിക്കും? സ്ഥിരത കൂടുതലായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിവിഷൻ ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ടോപ്പിക് തന്നെയാണ് നമ്മൾ റിവിഷൻ ചെയ്തത്. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും PSC പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻകാല ചോദ്യപേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ധാരാളം തവണ ചോദിച്ച കാര്യങ്ങളാണ് പലതും നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ സിലബസ് കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു വലിയൊരു ഭാഗം നമ്മളിവിടെ റിവിഷൻ ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. രസതന്ത്രം എന്ന് പറയുന്ന ഭാഗത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഇന്നിവിടെ റിവിഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആണ്, കാരണം അത് ഒരുമിച്ച് പറഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് റിവിഷൻ ചെയ്തത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പോയിന്റുകൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.